ഇതെവിടെയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. മലേഷ്യയിലെ ബട്ടക്കേവ് ടെമ്പിളാണ്. ഇത്രയും നാൾ മലേഷ്യയിൽ നിന്നിട്ട് ടെമ്പിൾ കാണാണ്ട് ഇപ്പം എങ്ങനെയല്ല പോവുക. ഇതല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ പിന്നെ അതൊന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഓഫുള്ള ഒരു ദിവസം വെറുതെ ഇറങ്ങിയതാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വന്നത് എന്തായാലും അടിപൊളിയാണ്. കാണാണ്ട് പോയിരുന്നെങ്കിൽ മിസ്സായതിനെ. പ്രാവിനെ ഓടിച്ച് ഷോ കാണിക്കാൻ നോക്കിയാണ്. പ്രാവുകൾ 2 സൈഡിലേക്ക് പോയിട്ട് തിരിച്ചു വന്നു. ഇതിൽ 276 സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. ഒരുവിധം വലിഞ്ഞ് കയറുന്നതാണ് കാണുന്നത്. അവൾ ഡാൻസൊക്കെ കളിച്ച് ഒരുവിധം തത്തിപ്പത്തി കയറി വരുന്നുണ്ട്. കയറി ചെല്ലുമ്പോഴേക്കും വലിയൊരു ഗുഹയൊക്കെ കാണാൻ നല്ല അടിപൊളി സ്ഥലമാട്ടോ. ചുമരിലൊക്കെ ശിവനോ പാർവതി ഗണപതി അങ്ങനെ എല്ലാവരും കുത്തി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. മഴച്ചാറ്റിലും ഉണ്ടായിരുന്നു. മഴച്ചാറ്റിൽ ഇവിടെ കയറുന്നിടത്തൊന്നും മഴ കൊള്ളില്ല. ഈ സ്റ്റെപ്പിലൊക്കെ മഴയുണ്ട്. പക്ഷേ ഗുഹയിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴേക്കും മഴയൊന്നുമില്ല. മേളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ മുരുകൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ വെച്ച് പൂജ നടക്കുന്ന സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ മേളിൽ നിന്ന് ചെറിയൊരു മരമൊക്കെ കൂടി നിന്ന് ചെറിയൊരു വട്ടത്തിൽ നിന്ന് താഴേക്ക് മഴവെള്ളമൊക്കെ വീഴുന്നുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ കൊള്ളും. ഇതാണ് ആ സ്ഥലം. മേളിൽ നിന്ന് വെള്ളം വീഴുന്നതാണ് കാണുന്നത്. അവിടത്തിനകത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര ഇരുട്ടാണെന്ന് തോന്നുന്നു. മൊത്തം ലൈറ്റുള്ളതുകൊണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ നല്ല രസമുള്ള സ്ഥലമായിട്ട് നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ. കാണാൻ വേണ്ടി തന്നെ നല്ല രസമുണ്ടായിരുന്നു. പൂജയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പൂജയ്ക്ക് അങ്ങനെ പ്രത്യേക സമയമില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ട്. അപ്പോഴും അവിടെ പൂജയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പൂജയൊക്കെ അതിനകത്തുണ്ടായിരുന്നു. ചേട്ടൻ കയറി തൊഴുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ തന്നെ ആ വട്ടത്തിൽ നിന്ന് വെള്ളം വീഴുന്ന കാണാൻ നല്ല രസമാണ്. ലൈറ്റിൻ്റെ താഴെ നിന്ന് മഴവെള്ളം വീഴുന്ന കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കയറാനും ഇറങ്ങാനൊക്കെ ഇഷ്ടംപോലെ സ്റ്റെപ്പുകളും ആ താഴെ നിന്ന് കയറി വരുന്ന സ്റ്റെപ്പുകളല്ലാണ്ട് ആ ഗുഹയ്ക്കകത്ത് ഇനിയും സ്റ്റെപ്പുകളുണ്ട്. വേറെ രാജ്യത്തുള്ളവരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ആ മലേഷ്യയിലുള്ള തമിഴ് ആളുകളും അല്ലാത്തവരും വേറെ കൺട്രീസിലുള്ളവരും അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ എപ്പോഴും ഉള്ളൊരു സ്ഥലമാട്ടോ ഇത്.